ഒറ്റപ്പെടലിൻ്റെ വേദന അത്രത്തോളം അനുഭവിക്കുന്നുണ്ട് ഞാൻ. നന്നായിട്ട് ആലോചിച്ച തീരുമാനം എടുക്ക്. മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി നിനക്ക് ചുറ്റിലുമുള്ള സന്തോഷം ഇല്ലാതാക്കരുത്. അതിനേക്കാൾ ഉപരി നിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. അവളുടെ ചുമലിൽ തട്ടി യാത്ര പറഞ്ഞ് അദ്ദേഹം പോയപ്പോൾ നന്ദയ്ക്ക് തല പെരുത്തു. പുതുമയുടെ ഗന്ധം എവിടെയും പരന്നു. അവസാനമായി ഗോകുലിൻ്റെ കൂടി തീരുമാനമറിയാൻ അവൾ കുഴിമാടത്തിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. കണ്ണുകൾ പെയ്തില്ല, ഗണ്ഡം ഇടറിയില്ല. അവളുടെ ചോദ്യങ്ങൾക്ക് ഒരു നേർത്ത കാറ്റിലൂടെ അവൻ തഴുകിക്കൊണ്ട് ഉത്തരം നൽകി. പൊക്കോളൂ, എന്നെ വിട്ട നിന്നേക്കുമായി. വാക്കുറപ്പിക്കാൻ അതിനുശേഷം ആദ്യമായാണ് ഗോകുലിൻ്റെ അച്ഛൻ രാഹുലിനൊപ്പം നന്ദയുടെ വീട്ടിലേക്ക് വന്നത്. ആരോഗ്യം ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇറങ്ങി നടക്കാമോ? സാവിത്രി ആദിയോടെ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ആരോഗ്യത്തെ വലുതല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. എവിടെ എൻ്റെ കുട്ടി? നന്ദിയെ തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ തിളങ്ങി. അവളെ കുളപ്പടവിലുണ്ട്. ഇപ്പം ഏതു നേരം അവിടെ തന്നെ. ആരോട് സംസാരമില്ല ഇപ്പോൾ. സാവിത്രി വിഷമത്തോടെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ വന്നത് നന്ദിയുടെ കാര്യം സംസാരിക്കാനാണ്. അവിടെ സ്കൂളിലൊരു മാഷുണ്ടല്ലോ, എന്താ പേര്? ശ്രീരാഗ്. ആ കൊച്ചു നന്ദ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞു. അതേ ചേട്ടാ, ഗൂഗിളിൻ്റെ ആലോചന വരും മുമ്പേ ആ കൊച്ചിൻ മോളോട് ഇഷ്ടം പറഞ്ഞതാ. പക്ഷെ അവൾ അത് നിരസിച്ചു. ആ പയ്യൻ ഇപ്പോഴും ഇഷ്ടമാണ് മോളെ. ഞങ്ങൾ പോയി കണ്ടിരുന്നു. അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. നന്ദ അകത്തേക്ക് വരുമ്പോൾ കേൾക്കുന്നത് ഈ കാര്യമാണ്. സത്യമാണോ? അശോകൻ ആചാര്യത്തോടെ വാസുദേവനോട് ചോദിച്ചു. സാവിത്രി സന്തോഷത്തോടെ ചന്ദ്രനെ നോക്കി. അവിടെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. ആ മാഷി കൊച്ചൻ പലപ്പോഴും രാഹുലിനെ കാണാൻ പോയിട്ടുണ്ട്. അതിന് നന്ദയെ അത്രയ്ക്കിഷ്ടമാണ്. ഇതുവരെ വിവാഹം പോലും കഴിച്ചിട്ടില്ല, കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് നന്ദയെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ആ പയ്യനെ പോലെ അല്ലാതെ മറ്റാർക്കും കഴിയില്ല. വാസുദേവൻ പറഞ്ഞപ്പോൾ അതേ എന്നുള്ള ഭാവമായിരുന്നു മറ്റുള്ളവരുടെ മുഖത്തും. ഗോകുലിൻ്റെ മരണത്തിന് ശേഷം ഗോകുലിൻ്റെ അച്ഛൻ്റെ മുഖം ഇത്രയും തെളിച്ചയോടെ കണ്ടിട്ടുള്ളത് ഇന്നാണെന്ന് നന്ദ ഓർത്തു. നിർവികാരമായി നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഇനിയും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഏറെ നേരം അവിടെ ചെലവഴിച്ചിട്ടാണ് വാസുദേവനും രാഹുലും തിരിച്ചു പോയത്. അവിടെ വെച്ച് തന്നെ നന്ദയിൽ നിന്നും ശ്രീരാഗിൻ്റെ നമ്പർ വാങ്ങി അശോകൻ സംസാരിച്ചിരുന്നു. പെണ്ണ് കാണാൻ വരുന്ന ഞായറാഴ്ച വന്നോളാൻ അശോകൻ പറഞ്ഞപ്പോൾ സ്വർഗം പിടിച്ചടിക്കിയ സന്തോഷമായിരുന്നു ശ്രീരാഗിന്. അവനൊരിക്കലും നന്ദയുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റിയില്ല. അമ്മയും അച്ഛനെയും കൂട്ടി ഞായറാഴ്ച എത്തിക്കോളാമെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഫോൺ വെച്ച് ശ്രീരാഗ്. തെളിയാത്ത അമ്മയുടെ മുഖം കണ്ട് അവന് ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ മുഖത്തെ തെളിച്ചം ആ ആശങ്കയെ അകറ്റിക്കളച്ചിരുന്നു. എന്നാൽ തെളിയാത്ത മുഖം ദേവുവിൻ്റെ ആയിരുന്നു. ഇതിലൊന്നിലും താല്പര്യമില്ലാത്ത പോലെ ഇരിക്കുന്ന ദേവിനെ സാവിത്രി കൂർപ്പിച്ച് നോക്കി. നിനക്കെന്താ ദേവു പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ദേവു മുഖം വ്രീപ്പിച്ച് പറഞ്ഞപ്പോൾ സാവിത്രി അവളുടെ കയ്യിലൊന്ന് തല്ലി. ഇത്രയും കാലം ചേച്ചി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്ന പെണ്ണ ഇപ്പൊ ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടക്കേട്. ചേച്ചി ഭാഗത്തിന് സമ്മതിച്ചുള്ള ഇഷ്ടക്കേടെന്ന് അമ്മയോട് ആര് പറഞ്ഞു? പിന്നെന്താ ദേവു നിന്റെ പ്രശ്നം? എൻ്റെ മനസ്സിൽ സിദ്ധേട്ടൻ ചേച്ചി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. അവളെ തുറന്നു പറഞ്ഞപ്പോൾ കേട്ടിരുന്ന നന്ദ അവളെ പകപ്പോടെ നോക്കി. വെറുതെ വരുന്ന വിളിച്ചു പറയാതെ പെണ്ണേ, അവർക്ക് വലിയ ആൾക്കാരാ. നന്ദ ഇതിന് ഇഷ്ടപ്പെട്ട് കിട്ടുന്ന പോലെയല്ല സിദ്ധുവും നന്ദയും. ദേവ് സാവിത്രി ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് എണീറ്റു. അമ്മയ്ക്ക് എന്തറിയാം, നിർമ്മാരിക്ക് ചേച്ചി സിദ്ധേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു ആഗ്രഹം. ചേച്ചി കണ്ട നാൾ മുതൽ ആൻറ്റിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ ചേച്ചി കിടന്നപ്പോൾ ആൻറ്റി വന്നപ്പോൾ സിദ്ധേട്ടൻ ചേച്ചിയുടെ കാര്യക്ക് ആൻറ്റിയോട് തുറന്ന് പറഞ്ഞത്. അത് കേട്ടിട്ടും ചേച്ചി തന്റെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി ആൻറ്റിയെ ഞാൻ കണ്ടതാ. ദേവിൻ്റെ വാക്കിൽ എല്ലാവരും ഒരുപോലെ ഞെട്ടലുണ്ടാക്കി. ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ചന്ദ്രൻ ചോദിച്ചപ്പോൾ ദേവ് അയാളെ നോക്കി. ചേച്ചിയുടെ മനസ്സ് മാറുമ്പോൾ ഈ കാര്യം സംസാരിക്കായിരുന്നു ആൻറ്റിയുടെ പ്ലാന്. പക്ഷെ എല്ലാം പോയി. ദേവിൻ്റെ മുഖം മങ്ങിയിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. സിദ്ധുവിന് നന്ദയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് നമുക്കറിയാലോ. സിദ്ധുവിൻ്റെ അമ്മ അല്ല, സിദ്ധുവല്ല കെട്ടേണ്ടത്. ഇവിടെ ആ പയ്യന് 3 വർഷമായി നന്ദ ഇഷ്ടമാണ്. അവളുടെ എല്ലാ കാര്യവും അറിയാം. അങ്ങനെ ഇനിയൊരു ബന്ധം നന്ദയ്ക്ക് കിട്ടില്ല. ദേവു, ഇനി നീ സിദ്ധുവിൻ്റെ കാര്യം സംസാരിക്കേണ്ട. നാളെ അവർ വന്നിട്ട് കണ്ടു പോട്ടെ. അത് കഴിഞ്ഞ് നിന്റെയും നന്ദൻ്റെയും കാര്യം തീരുമാനം എടുക്കാം. അവസാനം തീരുമാനിച്ചതുപോലെ അശോകൻ പറയുമ്പോൾ ദേവ് പിണങ്ങി അകത്തേക്ക് പോയിരുന്നു. അവൾക്ക് ചേച്ചിയും അവളും ഒരിടത്ത് തന്നെ വിവാഹം കഴിഞ്ഞ് പോകണമെന്നായിരുന്നു ആഗ്രഹം. ചേച്ചി എന്നും അവളുടെ കൂടെ വേണമെന്ന് അവളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഓരോന്ന് പറയുന്നതാ. സാവിത്രി പറഞ്ഞപ്പോൾ ചന്ദ്രനും അശോകനും തലയാട്ടി ശരിവെച്ചിരുന്നു. അമ്മേ, ടീച്ചർ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെന്ന് സിദ്ധു നിർമ്മലയോട് പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ അവനെ നോക്കി. ആ കുട്ടിയുടെ മനസ്സ് മാറിയോ? അതാ ഗോകുലിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായി അറ്റാക്ക് വന്നിട്ട് ആൾ അവസാനത്തെ ആഗ്രഹമായി ചോദിച്ചത് ഒരു വിവാഹത്തിന് സമ്മതിക്കാം. വേറെ നിവർത്തിയില്ലാതെ ടീച്ചർ സമ്മതിച്ചു പോയെന്ന് നന്ദൻ പറഞ്ഞ്
നിർമ്മലയുടെ മുഖത്ത് തെളിച്ചം പടരുന്ന സിദ്ധു കണ്ടു. ആ തെളിച്ചത്തിനധികം ആയുസില്ലെന്ന് അവന് പറയാൻ തോന്നി. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന വിഷയുടെ കണ്ണുകൾ തിളങ്ങി. അതെന്തായാലും നന്നായി. അവരുടെ മകനെ ഓർത്തല്ലേ ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതാകുന്നത്. അവർ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോ നീ എതിർത്താലും ഞാൻ അവിടെ പോയി പെണ്ണ് ചോദിക്കും, നിർമ്മല ഉറപ്പോടെ പറഞ്ഞു. വിഷയുടെ മുഖം ഇരുണ്ടു. അവൻ പല്ല് കടിച്ച് അവരെ നോക്കി. ഇനി അതിന്റെ ആവശ്യമില്ലമ്മേ, നാളെ ടീച്ചറുടെ പെണ്ണ് കാണലാണ്. നിർമ്മല ഞെട്ടി അവനെ നോക്കി. വിഷയുടെ മുഖത്തും അതേ ഞെട്ടലായിരുന്നു. പെണ്ണ് കാണലോ? ആ, സ്കൂളിൽ തന്നെ ഒരു മാഷാ. ടീച്ചറിനെ വർഷങ്ങളായി അയാൾ പ്രണയിക്കുന്നുണ്ട്. ആളിപ്പോഴും ടീച്ചറിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ സാർ അങ്ങോട്ട് പോയാണ് പെണ്ണ് ചോദിച്ചത്. അത് നടക്കട്ടെ അമ്മേ. ടീച്ചറിനെ അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക്, മനസ്സിലാക്കുന്ന ഒരാൾക്ക് ടീച്ചറിന്റെ മനസ്സിലെ മുറിവ് ഉണക്കാൻ കഴിയൂ. പിന്നെ നന്ദന്റെ കാര്യം കൂടി നമുക്കന്ന് തീരുമാനിക്കണം കേട്ടോ. സിദ്ധു അതും പറഞ്ഞ് നടന്നു പോകുമ്പോൾ നിർമ്മല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സിദ്ധുവിന്റെ കാര്യം നേരത്തെ നന്ദന്റെ വീട്ടിൽ പറയേണ്ടതെന്ന് നിർമ്മലയ്ക്ക് തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ അവർ ആദ്യം പരിഗണിക്കുക സിദ്ധുവിന്റെ കാര്യമായിരുന്നേനെ. വല്ലാത്തൊരു സങ്കടവും നിരാശയും തോന്നി നിർമ്മല റൂമിലേക്ക് പോയി. കയ്യിലിരുന്ന പേപ്പറിനെ ചുരുട്ടിയെറിഞ്ഞു. വർദ്ധിച്ച ദേഷ്യത്തോടെ വിഷമുകളിലേക്കും പോയി. ആരോടൊന്നും മിണ്ടാതെ നന്ദ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. പെണ്ണുകാലിൽ നന്ദയ്ക്ക് സാവിത്രി ഒരു വാടാമല്ലി കളർ ടിഷ്യൂ സാരിയാണ് എടുത്തു കൊടുത്തത്. ഓണത്തിന് അമ്മ അവൾക്ക് നൽകിയ ഓണക്കൂടിയായിരുന്നത്. ഗൂഗിൾ മരിച്ചതിന് ശേഷം നന്ദ അത്തരം കളറുകളൊന്നും എടുത്തിരുന്നില്ല. ഒരു പാവ പോലെ നന്ദ എല്ലാത്തിനും നിന്നു കൊടുത്തു. ദേവിന്റെ മുഖം വീർത്തു തന്നെ ഇരുന്നു. മുല്ലപ്പൂവ് എടുത്തപ്പോൾ നന്ദ കൈകൊണ്ട് വേണ്ടെന്ന് തടുത്തു. നിന്റെ കല്യാണമാണ്, അല്ലാതെ നാട്ടുകാരുടെ അല്ല. സാവിത്രി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പൂവെടുത്ത് മാറ്റി വെച്ചു. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അല്ലേ? അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന നന്ദ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ സാവിത്രി മുറിവിട്ടിറങ്ങി പോരുന്നു. ദേഷ്യവും സങ്കട നിസ്സഹായാവസ്ഥയും കാരണം വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ നന്ദ ആകെ പുകഞ്ഞിരുന്നു. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെ. മുറ്റത്തൊരു കാറ് വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ശ്രീരാഗ് എത്തിയിട്ടുണ്ടെന്ന്. അവരെ സ്വീകരിക്കാൻ നന്ദ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രീരാഗിന് ഒരു കണക്കിന് അതൊരു ആശ്വാസമായിരുന്നു. വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ നാലുപാടും ചിതറിയിരുന്നു. സാവിത്രിക്കും അശോകനും ചന്ദ്രനും ശ്രീരാഗിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. ശ്രീരാഗിൻ്റെ അമ്മയുടെ തെളിയാത്ത മുഖം വരുത്തി തീർത്ത പുഞ്ചിരിയും സാവിത്രിയുടെ ഉള്ളിൽ ഒരു കനലായി വീണെറിഞ്ഞു തുടങ്ങിയിരുന്നു. അച്ഛൻ ഭാർഗവൻ കൈകൂപ്പി നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അമ്മ ലേഖ പിന്നാലെ കയറി. വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? അശോകനാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ഇല്ല, ഇവിടുത്തെ കാവിൽ ഉത്സവത്തിന് വന്നിട്ടുണ്ട് ഞങ്ങള്. ഇവ സ്ഥിരമായി വരാറുണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് അവന് ഇവിടുത്തെ കുട്ടിയോട് ആദ്യമായിട്ട് കാണുന്നത്. ഭാർഗവന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവർ അതിശയത്തോടെ അവനെ നോക്കി. അപ്പൊ സ്കൂളിൽ വെച്ചാന്ന് പറഞ്ഞു? ചന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. മോൾ അവിടുത്തെ ടീച്ചറാന്ന് അറിഞ്ഞപ്പോ ഇവൻ എന്നെ കൊണ്ട് അങ്ങോട്ട് മാറ്റം വാങ്ങിച്ചല്ലേ? ശ്രീരാഗ് ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ മുഖം കുരിച്ചിരുന്നപ്പോൾ നന്ദ അവനെ കൂർപ്പിച്ചു നോക്കി. ദേവ് കുറ്റബോധത്തിലാണത് കേട്ടത്. എന്റെ ദൈവമേ, ഞാൻ പ്രാർത്ഥന തിരിച്ചെടുത്തു. ഈ ചേട്ടനെ ചേച്ചി കൊടുത്തേക്കണേ. ദേവ് കൈകൂപ്പി പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊക്കെ ഇവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ വിധിയാണെന്ന് സമാധാനിക്കാം. മോളെ തന്നെ കിട്ടുള്ളെന്ന വാശിയിലായിരുന്നു ഇതുവരെ. അതിപ്പോൾ എത്ര കാലം വേണമെങ്കിലും കാത്തിരുന്നുള്ളെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. ഏതായാലും കുട്ടിയുടെ മനസ്സ് എപ്പോഴെങ്കിലും മാറിയല്ലോ. ഭാർഗവനൊരു പുഞ്ചിരിയോടെയാണ് എല്ലാം പറയുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ആശങ്ക അകറ്റുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കുട്ടിയെ വിളിച്ചോളൂ. ഭാർഗവനെ കൂടുതൽ പറയാൻ അനുവദിക്കാതെ ലേഖ നീരസത്തോടെ പറഞ്ഞു. നന്ദൻ അവരുടെ പെരുമാറ്റം നോക്കി കാണുകയായിരുന്നു. എന്തോ താല്പര്യക്കുറവ് മുഖത്ത് നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു. പക്ഷെ ശ്രീരാഗിന്റെ കണ്ണുകൾ അകത്തേക്ക് നീളുന്നത് അവൻ ശ്രദ്ധിച്ചു. കിടന്ന് പിടക്കാതെ മോനെ, ഇപ്പൊ വരും. നന്ദൻ ശബ്ദം താഴ്ത്തി സ്വകാര്യമായി പറഞ്ഞപ്പോൾ ശ്രീരാഗ് ചമ്മലോട് അവനെ നോക്കി. ആദ്യം പലഹാരവുമായി വന്ന ദേവുവായിരുന്നു. പിന്നാലെ ചായയുമായി നന്ദ വരുന്നു. നന്ദ ആദ്യം ചായ കൊടുത്ത ശ്രീരാഗിനായിരുന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ അവളെ ഒന്ന് നോക്കി. കപ്പ് കയ്യിലെടുത്തു. പിന്നെ ഭാർഗവനും അവസാനം ലേഖയ്ക്കും കൊടുത്തു. അതുവരെ മൂടിക്കെട്ടിയിരുന്ന ലേഖയുടെ മുഖം അവളെ കണ്ടതോടൊന്ന് തെളിഞ്ഞു. ഇതാണ് മോള് അളകനന്ദ. സാവിത്രി നന്ദയെ ചേർത്ത് പിടിച്ചു. ഭാർഗവനോടും ലേഖയോടുമായി പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സ്വർഗീയ നദിയാണ് അളകനന്ദ. ഭാർഗവൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. നന്ദയിൽ തന്നെ പാറി വീഴുന്ന ശ്രീരാഗിന്റെ പ്രണയം നിറച്ച കണ്ണുകൾ കാണുകയെ നന്ദയ്ക്ക് അസ്വസ്ഥത തോന്നി. അവൾ മാറി നിന്നു, മേലാകെ പൊള്ളിപ്പിടയുന്നത് പോലെ. എങ്കിലും പ്രതീക്ഷയുടെ തന്നിലേക്ക് നീളുന്ന അവൻ്റെ നോട്ടത്തെ അവഗണിക്കാതിരിക്കാൻ അവളൊരു പുഞ്ചിരി നൽകി. അത്രമാത്രം മതിയായിരുന്നു ആ മനസ്സൊന്ന് തണുക്കാൻ. ഇളയ കുട്ടിയുടെ നിശ്ചയം നടത്തിയിട്ട് കല്യാണം നടത്താനാണ് തീരുമാനം പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ ഇഷ്ടം, ഭാർഗവൻ പറഞ്ഞു. നന്ദ, രണ്ട് ഒരുമിച്ച് ചെറിയ പന്തൽ നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. മോൻ എന്ത് പറയുന്നു? അശോകൻ നന്ദനോടായി ചോദിച്ചു. എന്തായാലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് ഏതിനായാലും സമ്മതാണ്. നാളെ അപ്പച്ചി അമ്മമാരൊക്കെ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് ഒരു തീരുമാനം മതിയല്ലോ. നന്ദൻ ചിരിയോടെ പറഞ്ഞു. ഇനിയൊരു നിശ്ചയത്തിനൊന്നും ഇന്ന് കൊടുക്കാൻ അവൾക്ക് പറ്റില്ല.
അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. സാവിത്രി വല്ലായ്മയോട് പറഞ്ഞപ്പോൾ ശ്രീരാഗിൻ്റെ അമ്മയുടെ മുഖത്ത് തെളിച്ചം കുറഞ്ഞു. മതി, ഇനി വിവാഹം നടത്തിയാൽ മതി. പരസ്പരം കണ്ടു അറിഞ്ഞിട്ടുള്ളവരല്ലേ, ബാക്കിക്ക് വിവാഹം കഴിഞ്ഞു, അവർ പറഞ്ഞു തീർക്കട്ടെ. 6 മാസത്തിനുള്ളിൽ ഇവന്റെ വിവാഹം നടത്തുമെന്ന ജാതകത്തില്. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും നടക്കില്ല. അടുത്ത മാസം ഒരു മുഹൂർത്തം കുറിക്കാം, അതുപോരെ. എല്ലാവരും ഞെട്ടി ഭാർഗവനെ നോക്കി. ദേവ് വാ തുറന്നകത്ത് ജനലിലൂടെ നന്ദനെ നോക്കി നിന്നു. അവന്റെ മുഖത്തൊരു കള്ളച്ചിരിയാണ്. അവളുടെ നിൽപ്പ് കണ്ട് പൊട്ടി വന്ന ചിരി അവൻ കടിച്ചു പിടിച്ചു. അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഈ മാസം പകുതിയായില്ലേ? ചന്ദ്ര ഇഷ്ടക്കേടോടെ പറഞ്ഞു. അതിനിപ്പോ എന്താ, ആർഭാടായി നടത്തുന്നൊന്നുമില്ലല്ലോ. അത്യാവശ്യമുള്ളവരൊക്കെ വിളിക്കാനുള്ള സമയമുണ്ട്. എത്രയും പെട്ടെന്ന് മോൾ അങ്ങോട്ട് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. അശോകൻ തലയാട്ടി സമ്മതം മോളി. പോട്ടെ. അവരിറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രീരാഗ് നന്ദയ്ക്ക് അടുത്തേക്ക് വന്നു. അവളോട് പതുക്കെ ചോദിച്ചു, ഇതുവരെ കാണാത്ത കുസൃതിയും പ്രണയം ഉണ്ടായിരുന്ന ആ മുഖത്ത്. അവൾ തലയാട്ടി നേർത്തൊരു പുഞ്ചിരി നൽകി അവന്. നന്ദന്റെ ചുമലിലൂടെ കൈയിട്ടുകൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ശ്രീരാഗിനെ സാവിത്രിയും അശോകനും ചന്ദ്രനും പുഞ്ചിരിയോടെ നോക്കി. കാറിൽ കയറിയിരിക്കുമ്പോൾ ശ്രീരാഗിന്റെ അച്ഛൻ കൈവീശി കാണിച്ചു. അമ്മ ചിരിച്ചെന്ന് മാത്രം വരുത്തി ധൃതിയിൽ ഡോർ അടിച്ചു. നന്ദ ആരോടും ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. അന്നെടുത്ത് വെച്ച സ്വർണം ലോക്കറിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ദേവുവിന് കൊടുക്കാൻ വിവാഹത്തിലെ ഡ്രസ്സും ഹാളിന് കൊടുക്കാനുള്ള പൈസയും ആരത്തിനുമൊക്കെ ഇനി എവിടെ നീ സമയം കൊണ്ട് ഒപ്പിക്കും? അശോകൻ നെറ്റിയിലെ വീർപ്പൊപ്പിക്കൊണ്ട് ആശങ്കയോടെ ചോദിച്ചു. തറവാട് വാങ്ങാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ട് അളിയ. അതെന്തായാലും ഒരാഴ്ചകം വിറ്റുപോകും. അതിൽ സാവിത്രിക്കുള്ള ഷെയർ ഒരു 15 ലക്ഷം വരില്ലേ? ധാരാളം മതിയല്ലോ. ചന്ദ്രൻ പറഞ്ഞപ്പോഴാണ് അക്കാര്യം അശോകൻ ഓർക്കുന്നത് തന്നെ. അശോകൻ ആശ്വാസത്തോടെ ചന്ദ്രനെ നോക്കി. ഞാൻ ഗൂഗിളിന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയട്ടെ. അദ്ദേഹം കാരണമല്ലേ അവൾ വിവാഹത്തിന് സമ്മതിച്ചത്. ഇന്നത്തെ പെണ്ണ് കാണാൻ വരെ എത്തിയതും. സാവിത്രി അത്യധികം സന്തോഷത്തോടെ ഫോൺ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി. 3 വർഷത്തിന് ശേഷം ഇന്നലെ രാത്രിയാ അവളൊന്ന് സ്വസ്ഥമായി ഉറങ്ങിയത്. ഓരോ രാത്രിയും നന്ദയെ ഓർത്ത് ഉരുകി കഴിയുന്ന അവളെ ഞാനേ കണ്ടിട്ടുള്ളൂ. ഉള്ളിലെ സങ്കടവും സന്തോഷവും കൊണ്ട് ഓരോന്ന് നന്ദയെ വിളിച്ച് പറയുമ്പോഴും അതോർത്ത് രാത്രി മുഴുവൻ കരഞ്ഞു കിടക്കാറുണ്ട്. പിറ്റേ രാവിലെ നന്ദയുടെ അരികിലേക്ക് പോയി അവളുടെ നെറുകിൽ ഒരു ഉമ്മ കൊടുത്തു. ക്ഷമ പറയാതെ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇന്ന് ആ മുഖമൊന്ന് തെളിഞ്ഞ് കണ്ടല്ലോ, അശോകൻ ചന്ദ്രനോട് പറഞ്ഞു. അവളുടെ സങ്കടം കണ്ടാണ് മുൻപ് ഞാൻ ഓരോന്ന് പറയുന്നത്. അല്ലാതെ നന്ദയോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടായിരുന്നില്ല. അവൾക്ക് പിന്നീട് എന്നെ കാണുന്നത് പോലും ദേഷ്യമായി. എൻ്റെ മനസ്സിൽ എന്താണെന്ന് സാവിത്രിക്ക് പോലും അറിയില്ലായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയല്ലേ. ആ പയ്യന് നന്ദയോടുള്ള സ്നേഹം നമ്മൾ കണ്ടല്ലേ. അവളുടെ മനസ്സ് വിവാഹത്തോടെ മാറും. പിന്നീട് താലി കെട്ടിയ പുരുഷനെ ഒരു സ്ത്രീക്കും വെറുക്കാൻ അവഗണിക്കാനാകില്ലല്ലോ. ചന്ദ്രൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അശോകൻ നിന്നൊരു നെടിവീർപ്പ് ഉയർന്നു. അന്നത്തെ രാത്രി നന്ദയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഗൂഗിളിന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കരയുക പോലും ചെയ്യാതെ അവൾ മുകളിലേക്ക് നോക്കി കിടന്നു.